ഇപ്പോൾ മുനമ്പത്തെ ജനങ്ങളുടെ ആശങ്ക വാക്കപ്പ് ബോർഡ് മുനമ്പം പ്രോപ്പർട്ടി വാക്കപ്പ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തു. അത് ഒരു വെറും നടപടിക്രമമാണ്. ആവശ്യമില്ലാത്ത ആശങ്കയാണ് മുനമ്പത്തുകാർ പ്രകടിപ്പിച്ചിട്ടുള്ളത്. മുനമ്പം പ്രശ്നമെന്ന് പറയുന്നത് വാക്കഫ് ആണോ ഇല്ലയോ എന്നുള്ളത്. മുനമ്പം പ്രോപ്പർട്ടി വാക്കഫ് ആണോ എന്നുള്ള പ്രശ്നമാണ്. അത് പരിഗണനയിലിരിക്കുന്നത് ട്രൈബ്യൂണലിൻ്റെയും കോടതികളിലുമാണ്. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വക്കഫ് പ്രോപ്പർട്ടി അല്ലെന്ന് വിധിച്ചതിന് മുകളിൽ അപ്പീൽ പോയി സുപ്രീം കോടതി. അതിന് പ്രധാന കാരണം അത് തീരുമാനിക്കേണ്ട വക്കഫ് ട്രൈബ്യൂണലാണെന്നുള്ള കാരണം കൊണ്ടാണ്. അപ്പോൾ കേസ് നിലവിലിരിക്കുന്നത് വക്കഫ് ട്രൈബ്യൂണലാണ്. പുതിയ ആക്ട് അനുസരിച്ച് അതിന് മുകളിൽ വക്കഫ് ട്രൈബ്യൂണലിൻ്റെ വിധിക്ക് മുകളിൽ അപ്പീലുണ്ട്. അതുകൊണ്ട് ഈ കാര്യം ജുഡീഷ്യലായിട്ട് ഒരു സ്റ്റാറ്റ്യൂട്ടിൽ ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ സ്റ്റാറ്റ്യൂട്ടറി സൊല്യൂഷൻ തന്നെ കോടതികൾ വിധിക്കണം എന്നുള്ളതാണ്. അപ്പം ഗവൺമെൻറ്റിന് അതിലിടപെടാൻ സാധിക്കില്ല. അത് സബ്ജുഡീസാണ്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു തർക്ക വിഷയത്തിൽ ഗവൺമെൻറ്റിന് തീരുമാനം എടുക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഗവൺമെൻറ് അതിനെക്കുറിച്ച് തീരുമാനം എടുത്താൽ അത് നിയമവിരുദ്ധമാവും. കമ്മീഷനോട് ഗവൺമെൻറ് ചോദിച്ചത്, അത് പഴയ ഗവൺമെൻറ്റാണ്, ഏത് രീതിയിൽ മുനമ്പം ജനങ്ങളെ സംരക്ഷിക്കണം, ഗവൺമെൻറ്റിനെ സംരക്ഷിക്കണം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ കോടതി വിധികൾ മുനമ്പം ജനങ്ങൾക്ക് എതിരാണെങ്കിൽ എങ്ങനെ സംരക്ഷിക്കണം എന്നാണ് കമ്മീഷൻ ശുപാർശ ചെയ്തേക്കുന്നത്. അപ്പോൾ കോടതി വിധികളെ മറികടക്കാൻ ആർക്കും സാധിക്കില്ല. നിയമ സംവിധാനം കോടതി തീരുമാനിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ വക്കഫ് ട്രൈബ്യൂണൽ വിധി വന്നാൽ അതിന് മുകളിൽ ഹൈക്കോടതി കഴിഞ്ഞ് സുപ്രീം കോടതി കഴിഞ്ഞാൽ തീരും. അങ്ങനെയുള്ള അന്തിമ തീരുമാനമാണ് പ്രധാനമായിട്ടും ഇതിനകത്തെ കാര്യം. അത് കഴിഞ്ഞ് ആ തീരുമാനം ഏതെങ്കിലും രീതിയിൽ ജനങ്ങൾക്കെതിരാകുകയാണെങ്കിൽ വക്കഫാണ്, അവരെ പുറത്താക്കണമെന്ന് പറയുകയാണെങ്കിൽ അത് ഗവൺമെൻറ് അനുവദിക്കില്ല. പഴയ ഗവൺമെൻറ്റും പുതിയ ഗവൺമെൻറ്റും ഇപ്പോൾ ഞാൻ കേട്ടത് മുഖ്യമന്ത്രിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു കാരണവശാലും ജനങ്ങളെ പുറത്താക്കില്ല, അവരെ സംരക്ഷിക്കുന്നുള്ളതാണ്. അതിനുള്ള അധികാരം ഗവൺമെൻറ്റിനുണ്ട്, യാതൊരു സംശയവുമില്ല. ഗവൺമെൻറ്റിന് അവരെ നിലനിർത്താൻ സാധിക്കും. അപ്പോൾ അവരുടെ ആശങ്കകൾക്ക് വകയില്ല. പക്ഷേ തൽക്കാലം അവർക്ക് പ്രശ്നമുണ്ട്. അവർക്ക് വസ്തു വിൽക്കാനോ വസ്തു പണയപ്പെടുത്താനോ ഒക്കെയുള്ള ഒരു പരിമിതികൾ ധാരാളമുണ്ട്. അതല്ലാതെ അവരുടെ ആശങ്കയ്ക്ക് യാതൊരു വകയില്ല. അവരൊന്നിനെക്കുറിച്ചും പേടിക്കേണ്ട. മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ അവരെ സംരക്ഷിക്കുന്ന ഉറപ്പ് തന്നിട്ടുണ്ട്. പിന്നെ വാക്കഫ് കേസുകൾ അവർ ജയിക്കുവാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സംരക്ഷണം അവർക്ക് ആവശ്യമില്ല. ഒരു കോടതിയിൽ കിടക്കുന്ന കേസ് എപ്പോൾ തീരുമെന്ന് പറയാൻ എനിക്ക് ആവില്ല. കോടതിയുടെ പരിഗണനാ വിഷയങ്ങളിലെ പ്രയോറിറ്റീസൊക്കെ അവരുടെ തീരുമാനമാണ്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. അല്ല, വളരെ ക്ലിയർ ആയിട്ട് റിപ്പോർട്ട് ഗവൺമെൻറ് പുറത്തുവിട്ടിട്ടില്ല. റിപ്പോർട്ട് അസംബ്ലി വെക്കേണ്ടതാണ്. അപ്പോൾ റിപ്പോർട്ടിനെ കുറിച്ച് ഞാൻ പറയണത് ശരിയല്ല. പക്ഷേ റിപ്പോർട്ട് കോടതി വിധിക്ക് പകരമായിട്ടല്ല. കോടതി വിധികൾ കഴിഞ്ഞ് മുനമ്പൻ ജനതയ്ക്കെതിരായിട്ട് വിധി വന്നാൽ എങ്ങനെ മുനമ്പൻ ജനതയെ സംരക്ഷിക്കണമെന്നാണ് പ്രധാനമായിട്ടും ഗവൺമെൻറ് ചോദിച്ചത്. അതിന് തന്നെ മറുപടിയും പറഞ്ഞു, അതിന് തന്നെ നിർദ്ദേശങ്ങൾ കൊടുത്തു. അതെ, അതായത് ട്രൈബ്യൂണൽ വിധിയും അന്തിമമായിട്ട് കോടതി, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ട്രൈബ്യൂണൽ വിധി പണ്ട് ഫൈനലായിരുന്നു, അതിന് മുകളിൽ റിട്ടൊക്കെ കൊടുക്കേണ്ടായിരുന്നു. ഇന്നതല്ല, ഇന്ന് ട്രൈബ്യൂണൽ വിധിക്ക് മുകളിൽ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ കൊടുത്തിട്ടുണ്ട്. ആക്ടിൽ, പുതിയ ആക്ടിൽ അപ്പീൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് പഴയ കേസായതുകൊണ്ട് പഴയ കേസല്ല, ഇത് പുതിയ കേസ് തന്നെയാണ്. ഈ കേസ് അമെൻമെൻറ്റിന് അങ്ങനെ പഴയ കേസൊന്നും ഒരു കേസില്ലല്ലോ. നിലവിൽ ഇപ്പോഴത്തെ ട്രൈബ്യൂണൽ വിധികളെല്ലാം ഇനി അപ്പീലബിളാണ്. അപ്പം അതുപോലെ തന്നെ ഈ ഉമീർ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തു, ഇത് ഏതെങ്കിലും രൂപത്തിൽ ഇതിന്റെ മെറിറ്റിനെ ബാധിക്കുമോ ട്രൈബ്യൂണലിലുള്ള? ഇല്ല, ഒരിക്കലും ട്രൈബ്യൂണലിലും കോടതിയിലും കിടക്കുന്ന കേസിലെ വിധിയെ ഒരിക്കലും ഒരു വക്കഫ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നുള്ള കാരണം കൊണ്ട് പ്രത്യേക അവകാശമൊന്നും അവർക്ക് കിട്ടുന്നില്ല. എല്ലാം സബ്ജക്റ്റ് കോർട്ട് ഓർഡേഴ്സാണ്. കോടതി വിധിക്ക് അനുസൃതമായിരിക്കും എല്ലാ വക്കഫ് ബോർഡ് തീരുമാനങ്ങളും, എല്ലാ രജിസ്ട്രേഷനും. നേരത്തെ തന്നെ ആസ്തി രജിസ്റ്ററിൽ ചേർത്തതാണ്. അപ്പോൾ ഇപ്പോൾ ഉമീർ പോർട്ടൽ രജിസ്റ്റർ ചെയ്യുന്ന ടെക്നിക്കൽ കാര്യം മാത്രമാണ്, പ്രസക്തമായതല്ല. അങ്ങനെയാണോ അങ്ങ് കാണുന്നത്? അല്ല, അതിൽ രജിസ്ട്രേഷൻ ഒരു വെറും ഫോർമാലിറ്റി. ഞാൻ പറഞ്ഞില്ലേ, ഒരു നടപടിക്രമമാണ്. അത് സമയബന്ധിതമായിട്ട് തീർക്കണം. അതുകൊണ്ട് മാത്രം വക്കഫ് ബോർഡ് അത് രജിസ്റ്റർ ചെയ്തതാണ്. വക്കഫ് ബോർഡിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അവർ നിയമാനുസൃതമായിട്ട് എപ്പോൾ രജിസ്റ്റർ ചെയ്യണം ആ ടൈം ബൗണ്ടായിട്ട് രജിസ്റ്റർ ചെയ്തെന്നല്ലാതെ അതിൽ കൂടുതൽ അതിന് യാതൊരു അർത്ഥവുമില്ല. അത് പ്രത്യേകിച്ച് ഒരു അവകാശം അവർക്ക് കൊടുക്കുന്നുമില്ല. സാറേ, അപ്പോൾ അതിനകത്തൊരു പ്രശ്നം പറഞ്ഞോട്ടെ. അതായത് ഇപ്പം 404 ഏക്കർ
ഭൂമിയാണ് അത് ക്ലെയിം ചെയ്തുകൊണ്ടാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. മുത്തവല്ലിയല്ല, പകരം ബോർഡാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിലൊരു പ്രശ്നം, അങ്ങ് തന്നെ കമ്മീഷൻ ആയിരുന്നപ്പോൾ കണ്ടെത്തിയത് ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം 100 ചില്ലുവാനമാണ്. 200 ഏക്കറേ ഉള്ളൂ. അത്രേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഒരു വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ അവിടെ കിടപ്പുണ്ട് അപ്പോഴും. അല്ല, അതിപ്പോ ഒരു കാര്യമാണ്. ഇതിന്റെ വാസ്തവം ആരും നോക്കുന്നില്ല. 400 ഏക്കറോ 4000 ഏക്കർ രജിസ്റ്റർ ചെയ്താൽ ഇറ്റ് ഹാസ് വെരി ലിറ്റിൽ മീനിങ്. അതിൽ അർത്ഥമില്ല. ഇല്ലാത്ത ഭൂമി കടലേറ്റെടുത്തു പോകും. കടലിൽ കൊണ്ടുപോയി 150 ഏക്കർ അത് രജിസ്റ്റർ ചെയ്തു. കടലിൽ കിടക്കുന്ന ഭൂമി രജിസ്റ്റർ ചെയ്തതിൻ്റെ കുഴപ്പമില്ല, എഴുതോട്ടെ. കടലിനടിയിൽ കിടക്കുന്ന ഭൂമി, വെള്ളത്തിൽ കിടക്കുന്ന ഭൂമി വക്കഫായിട്ട് രജിസ്റ്റർ ചെയ്ത് എന്തായിരിക്കണം? മത്സ്യത്തിനെ ബാധിക്കില്ല. അത് വേറെ ഒന്നിനും എന്താ പ്രസക്തി ഇരിക്കുന്നത്? 10 മിനിറ്റിൽ തീരുന്ന കോംപ്ലിക്കേഷനുകളല്ല ഉള്ളത്. 10 മിനിറ്റിൽ തീരുന്ന കോംപ്ലിക്കേഷനുകളല്ല കോടതി വ്യവഹാരമായതുകൊണ്ടുള്ളത്. അല്ല, 10 മിനിറ്റിൽ തീരുന്ന കോംപ്ലിക്കേഷനുകളല്ല ഈ വിഷയത്തിലുള്ളത്. അപ്പോൾ യാഥാർത്ഥ്യത്തിൽ അല്ല, ഇതിൽ ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഇതിൽ ഞാൻ പറയട്ടെ, ഇത് ഈ മുനമ്പം ഭൂമി വക്കഫ് ഭൂമി ഇല്ല എന്നുള്ളത് ആധാരങ്ങളുടെ അടിസ്ഥാനത്തിൽ കോടതി തീരുമാനിക്കും, ട്രൈബ്യൂണൽ തീരുമാനിക്കും. പക്ഷേ പല കോടതികൾ കേസ് വന്നാൽ എല്ലാം ട്രാഗിഡാവും. ഓരോ കോടതി ഓരോ രീതിയിൽ ഓർഡറുകൾ പാസ്സാക്കും. ഇപ്പോൾ സുപ്രീം കോടതി വരെ പോയിട്ടും ഒരു അർജൻസിയും കക്ഷികളോ കോടതിയോ കാണിച്ചില്ല, അവിടെ കിടക്കുക കേസ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു അർജന്റ് പെറ്റീഷൻ മൂവ് ചെയ്ത് ഇത് തീർക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അത് ചിലപ്പോൾ നടക്കുമായിരിക്കും. അപ്പോൾ അതായത് ട്രൈബ്യൂണലിന്റെ വിധി വരിക എന്നത് മാത്രമാണ് ആദ്യത്തെ പ്രായോഗികമായ കാര്യം. ആ ട്രൈബ്യൂണലിന് വിധിക്കെതിരായിട്ട് സ്റ്റേ കൊടുത്തിട്ടുണ്ട്. വിധി പറയാൻ അപ്പോൾ ഞാൻ കോടതി കിടക്കുന്ന കേസിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞ ശരിയാണ്. പുതിയ സർക്കാർ വന്നതിന് ശേഷം സാറിനെ വിളിച്ചിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചിരുന്നു? ഇല്ല, പുതിയ സർക്കാരും ഞാനുമായിട്ട് ഇതുവരെ ഇതിനെക്കുറിച്ചൊന്നും സംസാരിച്ചിട്ടില്ല. ഞാൻ കമ്മീഷൻ റിപ്പോർട്ട് കൊടുത്തു, അത് ഗവൺമെൻറ് പരിഗണിക്കും, പഠിക്കും. ഞാൻ പറഞ്ഞില്ലേ, ആ കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പ്രസക്തി തന്നെ കോടതി വിധികൾ കഴിഞ്ഞാണ്. കോടതി വിധികൾ കഴിഞ്ഞാൽ അത് നടത്തുന്ന അതിന് വല്ല ക്ലാരിഫിക്കേഷൻ വേണേൽ ഗവൺമെൻറ് റെഫർ ചെയ്യാൻ കമ്മീഷൻ തിരിച്ച് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ. അതല്ലാതെ ഗവൺമെൻറ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് പഠിക്കാൻ ഗവൺമെൻറ് ഒരു സമിതിയെ പഴയ ഗവൺമെൻറ് നിയോഗിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കിയത് കമ്മീഷൻ റിപ്പോർട്ട്. അപ്പോൾ കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെ അസംബ്ലി വെച്ചിട്ടില്ല, പരസ്യപ്പെടുത്തിയിട്ടില്ല ഗവൺമെൻറ്. അപ്പോൾ എന്താണേലും ഗവൺമെൻറ്റിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ ഒരു കോടതി തർക്ക വിഷയമായിട്ട് കിടക്കുന്ന ഒരു കാര്യം സബ്ജുഡീസ് എന്ന് പറയും. അത് ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കാൻ നോക്കിയാൽ അത് നിയമവിരുദ്ധമായിരിക്കും ഗവൺമെൻറ് ഇപ്പോൾ അതിൽ ഇടപെടുന്നത്. അപ്പം നിയമം അനുസരിച്ച് അത് അധികാരപ്പെട്ട കോടതി തീരുമാനിക്കണം. അത് തീരുമാനിക്കാൻ ഗവൺമെൻറ് അധികാരമില്ല. ഇപ്പോൾ ഗവൺമെൻറ് ഇടപെട്ടാൽ അത് നിയമവിരുദ്ധമായിരിക്കും എൻ്റെ അഭിപ്രായം. റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് ഗവൺമെന്റിന്റെ ഒരു വിവേചനം ആയിരിക്കും. കമ്മീഷൻ റിപ്പോർട്ട് അല്ല, ഗവൺമെൻറ്റിൻ്റെ വിവേചനം തന്നെ ഗവൺമെൻറ് പറഞ്ഞിട്ടുണ്ടല്ലോ. മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ, പഴയ ഗവൺമെൻറ്റും പുതിയ ഗവൺമെൻറ്റും പറഞ്ഞത് മുനമ്പത്തുകാരെ ഒരു കാരണവശാലും കുടിയൊഴിപ്പിക്കില്ല, അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം ഏതെങ്കിലും കാരണവശാൽ കോടതി വിധികൾ മുനമ്പക്കാർക്ക് എതിരായിട്ട് വന്നാൽ എങ്ങനെ അവരെ സംരക്ഷിക്കണം? അപ്പോൾ കമ്മീഷൻ റിപ്പോർട്ട് അവർക്ക് സഹായകരമാകും. വേണമെങ്കിൽ അവർക്ക് പരിഗണിക്കാം, വേണമെങ്കിൽ അവർക്ക് വേറെ മാർഗങ്ങൾ. അല്ല, പബ്ലിക് ആക്കുന്നതിനെ കുറിച്ച് അവർ ഞാൻ പറഞ്ഞില്ലേ, കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ പ്രസക്തി തന്നെ കോടതി വിധികൾ കഴിഞ്ഞാണ്. അപ്പോൾ കോടതി വിധികൾ മുൻപത്തെ ജനങ്ങൾക്ക് എതിരായിട്ട് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് കമ്മീഷൻ റിപ്പോർട്ട് പരിഗണിക്കും, അത് നടപ്പാക്കാമെങ്കിൽ നടപ്പാക്കും, അല്ലെങ്കിൽ ഗവൺമെൻറ് വേറെ മാർഗം കണ്ടുപിടിക്കും. അങ്ങനെ പഠിച്ചപ്പോൾ പറയാൻ അങ്ങനെ പഠിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ആ മനുഷ്യർ അവിടെയുള്ള ആളുകൾക്കും ഒരു നീതി കിട്ടേണ്ടതല്ലേ? സൊല്യൂഷനിലേക്ക് പോകുമ്പോൾ അങ്ങനെ എങ്ങനെയാണ് പൊതുവിൽ വിലയിരുത്തുന്നത്? അവിടെയുള്ള മനുഷ്യർക്ക് നീതി കിട്ടണമല്ലോ, കേസ് നടക്കുകയും ചെയ്യും. അല്ല, എന്നെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ ഞാൻ ഒരു കാരണവശാലും കോടതി പെൻഡിങ് ആയിട്ടുള്ള കാര്യത്തിനെ കുറിച്ച് ഒരു നിരീക്ഷണം നടത്തുന്നത് ശരിയല്ല. അപ്പോൾ വഖഫിനെ കുറിച്ച് ഞാൻ ഒരു നിരീക്ഷണം നടത്തിയിട്ടില്ല. ഞാൻ രണ്ട് രീതിയിൽ പറഞ്ഞു. വഖഫ് ആണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ, വഖഫ് അല്ലെന്ന് പറഞ്ഞാൽ ഇങ്ങനെ. അതല്ലാതെ സൊല്യൂഷൻ ഒരിക്കലും ഒരു മുൻ ജഡ്ജിയായിരുന്ന ഞാൻ കോടതി കിടക്കുന്ന ഒരു കാര്യത്തിനെ കുറിച്ച് അഭിപ്രായം പറഞ്ഞാൽ ശരിയല്ല. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് നിരീക്ഷണങ്ങൾ നടത്തിയിട്ടില്ല. കോടതി കേസ് വന്നപ്പോഴും കോടതിയുടെ ആശങ്ക ഏതായിരുന്നു? ഇപ്പോൾ ജഡ്ജിയായിരുന്ന ആൾ ട്രൈബ്യൂണലിൽ നിന്നാൽ ജില്ലാ ജഡ്ജിയാണ്. അപ്പോൾ ട്രൈബ്യൂണലിനെ സ്വാധീനിക്കും എന്തെങ്കിലും ഞാൻ അഭിപ്രായം പറഞ്ഞാലെന്നാണ് അന്ന് വാദിച്ചത് അവർ. അങ്ങനെ ഒരു നിരീക്ഷണം ഞാൻ നടത്തിയിട്ടില്ല. അല്ല, മുണ്ടത്തിക്കോട്ടിനെ സംബന്ധിച്ച് ഇപ്പോൾ പുതിയ കേസ് ഹൈക്കോടതി വന്നു. ഹൈക്കോടതി ഒരു സ്യൂമോട്ടോ കേസ് എടുത്തു വെടിക്കെട്ട് അപകടത്തിനെ സംബന്ധിച്ച്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഹൈക്കോടതിയുടെ നിലപാടും സർക്കാർ ഹൈക്കോടതിയിൽ എന്ത് നിലപാടെടുക്കുന്നു
അതിനെ ആശ്രയിച്ചാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത്. ഞാൻ മുണ്ടത്തിൽ കൂടി പോയി അത് കണ്ടു, പോലീസ് കമ്മീഷണറും കളക്ടറും ഒക്കെ ആയിട്ട് സംസാരിച്ചു. അപ്പം കമ്മീഷൻ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകാതിരിക്കുമ്പോഴാണ് പുതിയ ഗവൺമെൻറ് വരുന്നത്. അപ്പോഴാണ് കേസ് ഹൈക്കോടതി സ്യൂമോട്ടോ എടുത്തത്. അപ്പോൾ ഹൈക്കോടതിയിൽ ഇനി എന്താണ് ഗവൺമെൻറ് നിലപാടെടുക്കുന്നത്, കമ്മീഷൻ നിയമിച്ചിട്ടുണ്ട്, കമ്മീഷൻ എൻക്വയറി നടത്തട്ടെ എന്ന് ഗവൺമെൻറ് പറയുകയാണെങ്കിൽ കോടതി നടത്താൻ പറഞ്ഞാൽ നടത്തും. അപ്പോൾ ഞാനത് തിരക്ക് പിടിക്കാണ്ടിരിക്കുകയാണ്. എൻ്റെ കോടതി കേസ് നിലവിലുള്ളപ്പം ഞാനത് തിരക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.